നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് 12:48 ടാറ്റയുടെ വെസലുണ്ടാ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാട്ടാ. G2 എത്ര 5 പറഞ്ഞു 6 ഇഞ്ചിൻ്റെ സൈലക്സ് ഉണ്ടോ ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇടുന്നതേ 4 ഇഞ്ചിൻ്റെ സൈലക്സ് ഉണ്ടാ. അടുത്ത മീഡിയം നമ്മളെ ഫൈൻ സാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മീഡിയം ഇട്ട് കഴിഞ്ഞ് 6 ഇഞ്ചിൻ്റെ സൈലക്സും 4 ഇഞ്ചിൻ്റെ സൈലക്സും ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇടാനുള്ളത് ഫൈൻ സാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 മീഡിയം നിറച്ച് കഴിഞ്ഞിട്ടാ സൈലക്സിൻ്റെ 6 ഇഞ്ച് 4 ഇഞ്ച് പിന്നെ അതേപോലെ തന്നെ ഫൈൻ സാൻഡ് നമ്മൾ നിറച്ച് കഴിഞ്ഞ് അടുത്തത് നമ്മൾ DMIയുടെ 65 എന്നുള്ള ഓസ്ട്രേലിയയുടെ അയൺ റിമൂവർ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ ചായപ്പൊടി പോലെ ഉണ്ടാ. നമ്മൾ മിക്ക വീഡിയോയിലും നമ്മളെ കാറ്റലോഗ്സ് ലൈറ്റിൻ്റെയാണ് നമ്മൾ കാണിക്കാറ്. ഇത് നമ്മൾ കോർപ്പറേഷൻ്റെ വെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും DMI 65 ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയൺ കണ്ടൻറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അയൺ കണ്ടൻറ്റ് റിമൂവ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. കാർബൺ ആയാലും മതി, ഇവിടെ ആക്ടിവേറ്റഡ് കാർബൺ മാത്രം ഇട്ടാലും മതി. പക്ഷെ നമ്മൾ പിൽക്കാലത്ത് ഇവർക്ക് ഇതിലേക്ക് കിണറ്റിലെ വെള്ളം അടിച്ച് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നാലും ഇത് ഫിൽട്രേഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ DMI 65 ചേർക്കണത്. ഓക്കെ, നമ്മളെ ലാസ്റ്റ് മീഡിയം ഉണ്ടാ. നമ്മൾ ഇനി ആക്ടിവേറ്റഡ് കാർബൺ ആക്ടിവേറ്റഡ് കാർബൺ നല്ല ക്വാളിറ്റിയുള്ള ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്. നമ്മൾ ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ ഇടണം കേട്ടോ. ഓക്കെ, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് കഴിയും കേട്ടോ. അപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ സ്വഭാവം അറിയാലോ. നമ്മൾ ഇനി ഇതിൽ വെള്ളം വരുന്ന സമയത്ത് ആക്ടിവേറ്റഡ് കാർബൺ എന്തെങ്കിലും വെള്ളത്തിൽ അതിൻ്റെ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് പൊന്തിപ്പോവും. അപ്പോൾ ഈ പൊന്തി പോണ സമയത്ത് നമ്മളെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടി ഈ കുറച്ചായിട്ട് ഈ സാധനം പോയി തീരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊരു 2 ഇഞ്ചിൻ്റെ മുകളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിടന്നോളും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോഴേ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞോട്ടോ. കാരണം ഈ റീഫില്ലിങ്ങിൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇത് അഴിച്ചാൽ കിട്ടൂല. നല്ല മഴയുണ്ട് ഇവിടെ, അതാണ് ചിലപ്പോൾ പറയണൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് കയറ്റി വെക്കാം അല്ലേ. അത് പിടിച്ച് അത് തള്ളി ഇങ്ങോട്ട്. അപ്പോൾ നമ്മളെ സെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. നമ്മളെ പ്ലംബിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നീക്കി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ ചെറിയ സ്പേസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എറണാകുളത്തൊക്കെ പോകുമ്പോൾ കാണിക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇത്. ടൗണാണ്, പൊങ്ങുന്ന ടൗണിൽ ഈ വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥലപരിമിതി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കണതേ ഈ 1248 സിലിണ്ടറാണ്. അപ്പോൾ ബൈപ്പാസ് ഇടാണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാങ്കിന് നേരെ മുകളിലിരിക്കുന്നത് കേട്ടോ. ഈ ടാങ്കിൽ നിന്ന് ഈ കോർപ്പറേഷൻ വെള്ളം വന്നിട്ട് നേരെ ഈ ഫിൽറ്ററിലേക്ക് വന്നിട്ട് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ഇത് ലൈനുകളിലേക്ക് പോകണം കേട്ടോ ഈ കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് വാഷിങ് കേട്ടോ. ബാക്ക് വാഷിങ് ചെയ്യാൻ പോകണം. ബാക്ക് വാഷിങ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളെ ഈ വാൽവ് തുറക്കുമ്പോൾ വളരെ പതുക്കെ തുറക്കാം.
അപ്പോൾ ബാക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഫിൽറ്ററിൽ ഇട്ടേക്കണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. ബാക്ക് വാഷിംഗ് കഴിഞ്ഞ് അതേപോലെ തന്നെ ഫിൽറ്ററിൽ കിട്ടി ലൈനിലേക്ക് ഉണ്ട് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം കാണിക്കാനൊന്നുമില്ല, കാരണം വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പോൾ ഭാവിയിൽ ഇതിലേക്കൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ കയറാതിരിക്കാനുള്ള ഒരു സംരക്ഷണം എന്ന രീതിയിലുണ്ട് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.